ഈ ഫീൽഡ് ഒഴിവാക്കണം കൊണ്ട് നിന്ന സമയത്തായിരുന്നു ഡിഗ്രി വെച്ചിട്ട് അങ്ങനെ സാറിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടത്. അങ്ങനെ അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അന്ന് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ ഇപ്പോൾ മനസ്സിലായി. കാര്യം നമ്മുടെ ബേസിക് റൂൾസ് സാറ് പറഞ്ഞു തന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട്, എന്നാലും ഇടയ്ക്ക് തെറ്റിക്കാൻ തോന്നും. പഴയ ആ സാധനങ്ങൾ പണ്ട് ചെയ്തു വന്ന ആ ഒരു ശീലം ഉള്ളത് കൊണ്ട്. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ മിനിമം നമ്മളെ ലോട്ടും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വെച്ച് പോകുമ്പം ഒരു സേഫ് സോണിലാണ് പോകുന്നത്. ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ വൈഫും കൂടെ ചെയ്യുന്നത്. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ 300 വിഡ്രോൾ ചെയ്തു ഓൾറെഡി. അത് അക്കൗണ്ടിൽ പിറ്റേന്ന് തന്നെ അക്കൗണ്ടിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആണ് കൂടുതൽ ചെയ്യാൻ. അതിന് വളരെയധികം സാറിൻ്റെ അടുത്ത് ടീമിൻ്റെ അടുത്ത് വളരെയധികം നന്ദി പറയുന്നത്. കാര്യം ഈ ചെറിയ ലോട്ടെന്ന് പറയുന്ന സാധനമാണ് എന്നെ കൂടുതൽ ഇമ്പ്രസ് ചെയ്യിച്ചത്. കാര്യം ഞാൻ പണ്ട് ചെയ്തതെല്ലാം 10, 15, 20 ഒക്കെ ആയിരുന്നു. അപ്പം ഈ ലോസ് വരുമ്പോൾ വൻ രീതിയിൽ ഞാൻ ഒരു 3-4 പ്രാവശ്യം വാഷ് ഔട്ടായ ആളാണ്. ഇതിൽ നിന്നും ഞാൻ ഇട്ട ക്യാപിറ്റൽ മൊത്തം പോയിട്ട് വീണ്ടും ഞാൻ അവരുടെ ഫോഴ്സ് കാരണം വീണ്ടും ഇടുകയും അതും പോയി. അതിൽ നിന്ന് വളരെ $150-200 മാത്രമാണ് ഞാനൊരു $10,000 സ്പെൻഡ് ചെയ്യുന്ന ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ 1000 കിട്ടും. ഒരാഴ്ചക്കകത്ത് തന്നെ ഞാൻ 300 കിട്ടുമായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു സക്സസ് ഒരു വേ ആണ് അവർ പറഞ്ഞു തന്നിട്ടുള്ള രീതി. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും റോങ് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് സാറ് പറയുന്ന അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മിനിമം ലോട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു അറ്റ് എ ടൈം 3 ട്രേഡ്, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്ന് എനിക്ക്.